കുറച്ചൊരു നുള്ളുപ്പ് കൂടുതലിടും. ചോറിൽ കുറച്ച് എക്സ്ട്രാ ഉപ്പ് വേണം. ഇത് കുറച്ച് ആവശ്യത്തിൽ കൂടുതലറിയാം, എന്നാലും കടക്കട്ട്. ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒന്ന് ഫുൾ ഉപ്പ് കൊണ്ടുള്ള കളിയാണ്. കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ടിട്ട് ഒരു പിടുത്തും കൂടി പിടിക്കണം. ഇപ്പം എന്താ പറയുക, ചെറിയ ഉറക്കമുണ്ട്, ബട്ട് ഞാൻ കിടക്കൂല, കാരണം ഇപ്പം അങ്ങനെയല്ല, നല്ല ക്ലൈമറ്റ്. കടക്കട്ട്. സോ ഹേ ഗായ്സ്, ഡെയിലി വ്ലോഗ് സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇതാ നല്ല പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഇതാ ഇവിടെ 11:45 സോ ഇതാ പുറത്തിൽ മഴ പെയ്തിട്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇവിടെയുണ്ട് നല്ല, രാവിലെ മുതലേ നല്ല മഴയാണ്. എന്ന് വെച്ചാൽ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. രാവിലെ നല്ല ഹെവി ആയിരുന്നു, ബട്ട് ഇപ്പം ചെറുങ്ങനെ പാറുന്നുണ്ട്. സോ ഞാൻ ഇങ്ങനെ ചായ കുടിച്ചിട്ട് റൂമിൽ ഇരിക്കുകയാണ്. കുറച്ച് ദിവസമെല്ലാം ഈ വീഡിയോ ഇട്ടിട്ട് സോ നോർമൽ ഡേ ആണ്, കാര്യമായിട്ട് എടി പോകാനൊന്നും ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ചു ഇപ്പം ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നു. ഓക്കെ, സോ ഇവിടെ പാട്ട് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടായി. ഞാനിപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിക്കുന്നത്. ഇതാണ് ഇവിടെയെല്ലാം ഇങ്ങനെ ഇതേപോലത്തെ ചിത്രങ്ങൾ വരച്ച് ഇത് ഫില്ല് ചെയ്യണം എന്നെല്ലാം കുറേ ആളുടെ ആഗ്രഹമാണ്, ബട്ട് അങ്ങനെ സമയം കിട്ടാത്തതല്ല, മടി കാരണം ഒന്നും ചെയ്യാത്തതാണ്. പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട് ഞാൻ തൽക്കാലം ആലോചിക്കുന്ന കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് കുറേ ഷോർട്സ് വീഡിയോസ് നമുക്ക് ആക്കണം, കാരണം ഷോർട്സ് കുറേ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. സോ ഞാൻ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ പാട്ടും വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഷോർട്സ് വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ടാബ് ഓൺ ആക്കണം. ഓക്കെ, ഷോർട്സ് ഇടേണ്ട കണ്ടൻറ്റ് ഞാൻ ഏകദേശം ഇത്രത്തോളം എൻ്റെ അടുത്ത് ഇല്ല വീഡിയോസ് വെച്ച് കണ്ടൻറ്റ് ആക്കിന്. അതിൽ നിന്ന് നമ്മളിപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡാക്കി, വേറെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇത്രയും കണ്ടൻറ്റ്സ് ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്ത് വരട്ടെ. മിക്ക കണ്ടൻറ്റും എൻ്റെ ഫോണിലില്ല, അപ്പോൾ ഫോണിൽ നിന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുകൂടാണ്ട് കുറച്ച് ടാബിലും ഉണ്ട്, ടാബൊന്നും എഡിറ്റ് ചെയ്യുക, അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. പരമാവധി ഇത് ഫില്ലാക്കി വരാം. ഓക്കെ, പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുകയും ചെയ്ത്. സോ ഇപ്പോൾ ഇതാ ഒരു സബ്സ്ക്രൈബർ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇപ്പം 153 വ്യൂസും കയറിയിട്ടുണ്ട്. സോ ഇന്നലെ ഞാൻ രാജരാജേശ്വരി അമ്പലത്തിൽ പോയായിരുന്നു. സോ അന്നേരം ഒരു ഷോർട്ട് വീഡിയോ എടുത്തിന്. സോ അത് ഇന്നലെ തന്നെ വൈകുന്നേരം വന്നിട്ട് എഡിറ്റ് ചെയ്യാനാണെന്ന് വിചാരിച്ചത്, ബട്ട് അന്നേരം ടൈം കിട്ടിയില്ല, മടിച്ചിട്ട് ഞാൻ ചെയ്തില്ല. സോ ഇന്നിപ്പം ചെയ്തു. ഇനിയിപ്പം ഏകദേശം 2 മണി ആയിട്ടുണ്ട്, 2:30 ആയിട്ടുണ്ട്. സോ ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാൽ പോയി കുളിക്കട്ടെ. എനിക്കിപ്പോൾ എന്താ അറിയില്ല, കുളിക്കാൻ വേണ്ടി നല്ലൊരു ഫീൽ, ഇങ്ങനെ നല്ല ഇപ്പം രാവിലെ തൊട്ട് ഇതുവരെ കൺസിസ്റ്റൻ്റ് ആയി മഴ പെയ്തിട്ട് ഇപ്പം ഇതാ കുറച്ചൊന്നും നിന്നിട്ടുണ്ട്. ഇപ്പം മഴ മാറുന്നില്ല, ബട്ട് ഇവിടെയും വെള്ളം കെട്ടി കിടക്കുന്ന കാണാം. സോ ഞാൻ വിചാരിക്കുന്നത് പോയി കുളിക്കട്ടെ ഗൈസ്. ഇപ്പം കുളിക്കുമ്പോൾ വേറെ തന്നെ ഫീൽ ആയിരിക്കും, നല്ല തണുത്ത വെള്ളമായിരിക്കും. പിന്നെ ഈ ഒരു കുപ്പായം ഞാൻ ഇന്നലെ ഇട്ടിയാണ്, ഞാൻ ഇന്നലെ കുളിച്ചിട്ട് ഇതേ കുപ്പായം തന്നെ ഇട്ടേ. അപ്പോൾ ഒന്ന് കുളിക്കണം എന്ന് തോന്നുന്നു. പോയി കുളിച്ചിട്ട് പോയി ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ഞാൻ എന്നാൽ പോയി കുളിക്കാൻ പോയിട്ട്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. 511 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് 1000 സബ്സ്ക്രൈബർ എത്തിക്കണം, അതാണ് നമ്മളുടെ ലക്ഷ്യം. സോ ഞാൻ ഈ സൈഡിലും അത്യാവശ്യം നല്ലോണം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. നല്ല രാവിലെ തൊട്ടേ ഇതേ സൗണ്ട്, ഫുള്ള് മഴ വീണുകൊണ്ടിരിക്കുന്ന സൗണ്ടാണ്. സോ ഞാൻ പുതിയ കുപ്പായം എടുക്കട്ടെ, വേറെ കുപ്പായം മാറ്റണം, എന്നിട്ട് പോയി കുളിക്കണം. ഓക്കെ, സോ ഗൈസ്, പൈപ്പിൽ നിന്നും നല്ല തണുത്ത വെള്ളം വരുന്നത്, ബട്ട് ഞാൻ ഷവർ വിട്ടിട്ടാണ് കുളിക്കാറ്. സോ ഇതാ തണുത്ത വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, ഇനി പോയി കുളിക്കട്ടെ. ഓക്കെ, സോ ഗൈസ് അങ്ങനെ കുളി നടന്ന്. അപ്പോൾ ഉച്ചക്ക് കുളിക്കുമ്പോൾ വേറെ തന്നെ ഫീലിങ്സ് ആണ്. ഞാൻ സാധാരണ രാത്രി ലേറ്റ് കിടക്കാൻ പോവാണ് കുളിക്കാറ്, ബട്ട് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി കുളിച്ചാണ്. പിന്നെ എനിക്ക് അധികം തണുപ്പ് വെള്ളം ഇഷ്ടമല്ലെങ്കിലും തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ എനിക്ക് വേറെ തന്നെ ഇഷ്ടമാണ്. തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഇപ്പം അധികം ഫീലിംഗ് ഇല്ല, ബട്ട് ആ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഉള്ളത് വേറെ തന്നെ ഫീലിംഗ് ആണ്. ഞാൻ നല്ല ഡ്രസ്സെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് അങ്ങനെ ഡ്രസ്സെല്ലാം മാറി. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം വെച്ചാൽ മുടി ഉണക്കലാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മുടിയെല്ലാം മുറിച്ച് ഷോർട്ട് ആക്കണം എന്നുണ്ട്, കാരണം ഞാൻ ഇപ്പോൾ കുറേ ആളായിട്ട് മുടി ഷോർട്ട് ആക്കിയിട്ട് വെക്കാറ്. കാരണം കുളിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ഉണക്കി എടുക്കലാണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇനി മുതൽ ഡെയിലി വ്ളോഗിലൊന്നും കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടിടൂലൂ. ബട്ട് ഞാൻ ഈ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതിന് എന്തിനാ വെച്ചാൽ ദിവസം ഇടാൻ വേണ്ടിയിട്ടാണ്. ബട്ട് കണ്ടന്റിന് വേണ്ടി മാത്രം കാത്തുനിന്നാലേ വീഡിയോസ് ഇടലും ഉണ്ടാവില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഞാൻ ഇനി താഴെ പോയി ഫുഡ് കഴിക്കട്ടെ. ഏകദേശം 2:45. ഓക്കെ, ഇതാണ് ഡ്രസ്. പുറത്തെ കാഴ്ച കാണിച്ചു തരാം. പുറത്തിപ്പോൾ ഫുള്ള് ഷീറ്റിട്ട് ഇങ്ങനെയാണില്ലേ. ഇവിടെ പുതിയ ഷീറ്റ് വാങ്ങിയിട്ട് ഇതാ അവിടെ ഷീറ്റ്, ഇവിടെ ഷീറ്റ്, തൊട്ടപ്പുറം ഷീറ്റ്, ഇവിടെ സ്കൂട്ടീൻ്റെ മേലും വെള്ളം. ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ ആദ്യം. ഇതെന്താ പൊട്ടിയോ കിട്ടിയോ? മരണം മേത്ത് പറഞ്ഞാൽ പിടി, അമ്മേടെ മുട്ട പൊട്ടി. ഇതായിട്ടൊരു കൃഷ്ണൻ്റെ കീ ചെയിൻ വാങ്ങിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. വെറും 107 ഉറുപ്പ്യേ കാണാൻ എങ്ങനെയുണ്ട്, ബട്ട് കുറച്ച് ചെറുതാണ്, കുഴപ്പമില്ല. കുറച്ചൊരു നുള്ളുപ്പ് കൂടുതലിടാം, അമ്മിട്ടിന് എന്നാലും കുറച്ചും കൂടി നുള്ളു കൂടുതലിടുന്നുണ്ട്. ജസ്റ്റ് അടിയൊന്ന് വെന്ത് വരുമ്പം തന്നെ ഞാൻ ഇനി മറിക്കുന്നുണ്ടോ. യോ
പെർഫെക്റ്റ്. ഇതിൽ എന്താ അറിയില്ല, എക്സ്പേർട്ടാണ്. കാരണം ഒന്ന് നോൺ സ്റ്റിക്ക് പാനാണ്, അതുകൊണ്ടാണ് ഇത്ര സ്മൂത്തായിട്ട് കിട്ടുന്നത്. അതിൽ ഞാൻ എക്സ്പേർട്ടാണ്. ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ചും കൂടി കൂടുതൽ വിളമ്പി. ഇന്ന് നല്ല വിശപ്പുണ്ട്. കുറച്ചും കൂടി കറി കൂടുതൽ വിളമ്പാം. കറി ഞാൻ കുറച്ചും കൂടി കൂടുതൽ വിളമ്പുന്നുണ്ട്. പക്ഷെ രാത്രിത്തേക്ക് അന്നേരം ഉണ്ടാവില്ല. ഇവിടെ ഓഫാക്കിട്ട് എനിക്കപ്പുറത്തെ സൈഡ് ആവണം, അത്ര വേണമെന്നില്ല. പിന്നെ നമുക്ക് കറിയും കടിയുണ്ട്, പേര് കൃത്യം അറിയത്തില്ല. പിന്നെ അച്ചാറില്ല, അച്ചാർ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അച്ചാറിലും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മറിച്ച് ഈ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇത് മാത്രമേ ഉള്ളൂ, അച്ചാറില്ല. ഇത് രണ്ട് മാത്രം. ബട്ട് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് കഴിക്കാം. ഫുഡ് ഇവിടെ റെഡിയാക്കി. ഇനി ടി വിയിൽ നമുക്ക് യൂട്യൂബ് വെക്കാം. ഓക്കെ, യൂട്യൂബിൽ ഇപ്പോൾ ഇതേപോലത്തെ പണ്ടത്തെ മൂവി സീൻസ് എല്ലാം കാണുള്ളൂ, പണ്ടത്തെ മലയാളം മൂവി സീൻസ്. ചോറിൽ കുറച്ച് എക്സ്ട്രാ ഉപ്പ് വേണം. സോ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതലുണ്ട്. ഇത് കുറച്ച് ആവശ്യത്തിൽ കൂടുതലറിയാം, എന്നാലും കിടക്കട്ട്. ഒരുപാട് കഴിക്കാറില്ല. അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചേനെ. പക്ഷെ ഇന്നെന്താ അറിയില്ല, നല്ല വിശപ്പുണ്ട്. നല്ല എനിക്ക് വേണം. ഓക്കെ, ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഫുൾ ഉപ്പ് കൊണ്ടില്ല കളിയാണ്. ഒരു പിടുത്തം കൂടി പിടിച്ച് നോക്കാം, തീർക്കാം. ഓക്കെ, ഞാനാരും ഫുഡ് വേസ്റ്റ് ആക്കാറില്ല. സോ ഗൈസ്, ഇത്ര കഴിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ എൻ്റെ വയറ് ഫില്ലായി. എന്താ അറിയില്ല, എനിക്ക് പുല്ല പ്രശ്നം. നല്ലോണം വിശക്കും. ഞാൻ നേരെ കുറേ ചോറെടുക്കും, പിന്നെ ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയാവും. അതാണ് എനിക്ക് പുല്ല ഫീലിങ്സ്. കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ടിട്ട് ഒരു പിടുത്തും കൂടി പിടിക്കട്ട് തീർക്കാൻ പറ്റുമോ? ഓക്കെ, പറ്റുന്ന രീതിയിൽ ഇത്ര കഴിച്ചിട്ടുണ്ട്. ഇനി ഒരു വറ്റ എൻ്റെ വായി കയറില്ല, അത്രക്കും വയറ് ഫുള്ളായി. എനിക്ക് പുല്ല പരിപാടിയാണ്. വിശക്കുമ്പോൾ തന്നെ ഒരുപാട് എടുക്കും. അപ്പോൾ സമയം ഇത് 3:40 ഏകദേശം അരമണിക്കൂർ എടുത്തിന് ഞാൻ ആ ചോറ് അത്രയും തിന്നാൻ. ഞാൻ എന്തായാലും അവിടെ പൊത്തി വെച്ചിട്ടുണ്ട്, കളിയുന്നില്ല. മുട്ടായി വേണം, മുട്ടായി എടുക്കാൻ വേണ്ടി തന്നെയാണ്. സോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കിൽ മഴയിൽ ഏകദേശം നിന്നിട്ടുണ്ട്. അത്യാവശ്യം വെയിൽ വരാൻ തുടങ്ങി. ഓക്കെ, ഇതെവിടെയായിട്ട് പുതിയ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ചെയ്തതിൻ്റെ മേലെ കുറച്ചും പുതിയ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാം ഒലിച്ചു പോവാണ് മഴയത്ത്. തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടേ ഇല്ല. ഞാൻ എന്താ വേണ്ടതെന്ന് ആലോചിക്കുന്നത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്താ അറിയില്ല, രാവിലെ 7 മണിക്ക് എണീച്ച് നിന്ന്. കാരണം രാവിലെ താർപ്പായി എല്ലാം പൊട്ടിയിട്ട് അച്ഛൻ മഴയായതുകൊണ്ട് എന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് അത് കെട്ടാൻ വേണ്ടി വിളിച്ചിന്. സോ രാവിലെ 7 മണിയാകുമ്പോൾ എണീച്ചേ. അപ്പം ഇപ്പം എന്താ അറിയില്ല, ചെറിയ ഉറക്കമുണ്ട്. ബട്ട് ഞാൻ കിടക്കൂല, കാരണം ഉച്ചക്ക് കിടക്കുന്ന പരിപാടി എനിക്ക് തീരെയില്ല. ഇന്നലെ ഞാൻ കടന്നായിരുന്നു. ഇന്നലെ എനിക്ക് തലവേദന എടുത്തിട്ട് പിന്നെ ഒരു 6 മണിക്ക് എണീക്കുമ്പോഴേക്കും എനിക്ക് ഒടുക്കത്തെ തലവേദന. ഒടുക്കത്തെ വെച്ചാൽ നല്ല തലവേദന ഉണ്ടായിന്. അതുകൊണ്ട് ഉച്ചക്ക് കിടക്കുന്ന പരിപാടി എനിക്ക് അങ്ങനെ ഇല്ല. സോ ഇപ്പം എന്താ വേണ്ടതെന്ന് ആലോചിക്കുന്നത്. ഏകദേശം 4 മണിയാണ്. എനിക്ക് ചിത്രം വരക്കണം എന്ന് ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം. ആനിമേ കാണുന്നുണ്ട്, സീരീസ് കാണുന്നുണ്ട്, പഠിക്കണം എന്നുണ്ട്. പഠിത്തം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ടൈം നല്ല ടൈമാണ്. ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായി എന്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനാണ് നോക്കാറ്. പഠിക്കരുത് എന്തായാലും രാത്രി ചെയ്യണം കാര്യം, ഇല്ലെങ്കിൽ നടക്കൂല. ഓക്കെ, ടേബിൾ എടുക്കാം, ഇവിടെ വെക്കാം. രക്ഷയില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും കിടക്കട്ടെ. കുറച്ച് സമയം, അരമണിക്കൂറെ കിടക്കാൻ വിചാരിക്കുന്നില്ല. ബട്ട് 1 മണിക്കൂറിന് മേലെ എന്തായാലും കിടക്കുന്നതായ. അതിൽ കിടക്കട്ടെ. നല്ലൊരു നല്ല തണുത്ത ബെഡ്, തണുത്തിക്കുന്നുണ്ട്. ഫാനൊന്നും ഇടേണ്ട ആവശ്യമില്ല, കിടക്കാം. പണ്ടൊന്നും കൂടി ഇങ്ങനെ കിടക്കാൻ കഴിയില്ല, കാരണം അവിടുന്ന് നല്ല വെയിൽ ഇങ്ങോട്ടേക്ക് അടിച്ചിട്ട് പണ്ടൊന്നും കൂടെ കിടക്കാൻ കഴിയില്ല. ബട്ട് ഇപ്പം അങ്ങനെയല്ല, നല്ല ക്ലൈമറ്റ്. കിടക്കട്ടെ. സോ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. നല്ല ഉറക്കമുണ്ട്. ഒരു 7-8 മണി വരെ ഉറങ്ങാം. ബട്ട് അന്നേരം രാത്രി കിടക്കാൻ കഴിയില്ല. പരമാവധി രാത്രി നേരത്തെ കിടക്കാൻ നോക്കാം. ഞാനിപ്പോൾ എണീച്ചിട്ട് പോയിട്ട് അമ്മേനോട് ചായ വെച്ച് തരാൻ പറയട്ടെ. ഓക്കെ, ഇവിടെ ഇത് ഇട്ട് വെച്ചുകൊണ്ട് സമയം പോകുന്ന അറിയുന്നില്ല. എണീച്ച് ചായ കുടിക്കട്ടെ. ചായ സോ ചായ അവിടെ ആവുന്നുണ്ട്. ഓക്കെ, രാവിലെ മുതലേ ഉച്ച വരെ മഴയായിരുന്നു. ബട്ട് ഇപ്പം കാലാവസ്ഥയിലൊന്ന് നിന്നിട്ടുണ്ട്. ബക്കറ്റിൽ ഫുള്ള് വെള്ളമാണ്. ഇപ്പോൾ ടി വി വെച്ചിട്ട് കുറച്ച് സമയം ടി വിയും കണ്ടിട്ട് ചായ കുടിക്കട്ടെ. കാരണം ഉറങ്ങിക്കൊണ്ട് എനിക്ക് നല്ല തലവേദനയുണ്ട്. ഓക്കെ, ഇവിടെ ഇതാ പണ്ടത്തെ സിനിമ മോഹൻലാലിൻ്റെ 20 അത് കാണുവാണ്. പണ്ടത്തെ സിനിമ. മോനെ മോഹൻലാലിൻ്റെ പണ്ടത്തെ പ്രൈമത്തെ സിനിമയാണ് പ്രൈം മോഹൻലാൽ. എന്താ ഈ ഒരു സീനെല്ലാം ഇൻസ്റ്റഗ്രാമിൽ എഡിറ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതാ ഈ സിനിമ കാണാൻ തീരുമാനിച്ചത്. ഇവിടെ
ചൂട് ചായ റെഡി. വെറും ചായ ആയാലും കുഴപ്പമില്ല, കുടിക്കും. അടയുണ്ട് രാവിലത്തെ ചായൻ്റെ അടി. ജസ്റ്റ് വാതിൽ തുറന്നിടുമ്പം തന്നെ കൊതുക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൊതുവിനെ ഞാൻ ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ പിടിക്കും, ഗപ്പിക്ക് കൊടുക്കും. ഗപ്പി തിന്നുന്നുണ്ടോ? എന്തായാലും ഏതെങ്കിലും ഒന്നായിട്ട് തിന്നും. അത് കുറച്ച് കഴിയുമ്പോഴേക്കാ പോവും. മോനെ ഈ ഒരു സീനാണ്. ആ ഒരു സീനാണ് ഞാൻ മെയിനായിട്ട് എഡിറ്റിൽ കണ്ടേ. ആ ഒരു മോഹൻലാലിന്റെ എക്സ്പ്രഷൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കിയില്ല. ആ ഒരു മെയിൻ സീൻ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മൂവി വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തത്. സോ തീർന്നില്ല, തീരട്ടോ. ഓക്കെ, തീർന്നിട്ടാണ്. ഏകദേശം 2.5 മണിക്കൂറുണ്ട്. ഞാൻ അപ്പോൾ 1 മണിക്കൂറേ കണ്ടില്ല ഞാൻ. സോ ഇവിടെ വെച്ച് നിർത്താണ്, പിന്നെ കാണാൻ ബാക്കി. സമയം ഏകദേശം 7:30 വക്ക് വറുത്തിട്ട് വെള്ളം റീഫിലാക്കിയിട്ട് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഞാൻ താഴെയിരുന്ന് റീല് കാണുന്നുണ്ടായേ. സോ ഇപ്പോൾ സമയം ഇതിവിടെ 8:30 ആയിട്ടുണ്ട്. സോ ഇനി എന്താണ് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഞാൻ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. വേഗം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അത് വിചാരിച്ച ഒരു 6 മണിയാകുമ്പോൾ നിർത്തിയിട്ട് ഇന്ന് തന്നെ രാത്രി 7 മണിയാകുമ്പോഴേക്ക് എഡിറ്റ് ചെയ്ത് ഇടാന്നാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോൻ്റെ ടാർഗറ്റ് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് എഡിറ്റ് ചെയ്ത് തീർക്കണം. എന്തായാലും ഫയൽസ് സെൻഡ് ചെയ്യാൻ ഒരു 20 മിനിറ്റ് എടുക്കും. അത് കൂടാണ്ട് 1 മണിക്കൂർ കൊണ്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് വേഗം അപ്ലോഡ് ചെയ്യാൻ ഒരു 1/2 മണിക്കൂർ എടുക്കും. സോ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ. സോ 10ാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വേഗം ഫയൽസ് എല്ലാം ഷെയർ ചെയ്തിട്ട് എനിക്ക് 1 മണിക്കൂറുണ്ട്. അതാണ് ഇനി മുതൽ തന്നെ ടാർഗറ്റ്. വീഡിയോസ് ഞാൻ പരമാവധി ഷോർട്സ് എടുക്കും, പരമാവധി ഷോർട്ടായിട്ട് എടുക്കും, എന്നിട്ട് വേഗം എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇരിക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പെട്ടെന്ന് കുറച്ച് സമയം റീല് കണ്ടു ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എഡിറ്റ് ചെയ്യാൻ തുടങ്ങുക. ബട്ട് എന്തായാലും ഇന്നത്തെ ടാർഗറ്റ് അതാണ്, ഫാസ്റ്റ് എഡിറ്റിങ്, കുറച്ച് വീഡിയോസ് എടുക്കുക. അപ്പം നാളെയും വ്ളോഗ് ഉണ്ടാവും. ഓക്കെ, നാളെ വൈകുന്നേരം 7 മണിക്ക് ഉണ്ടാവും. ഞാൻ ചിലപ്പം എനിക്ക് രാവിലെ ശരിക്കും അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ബട്ട് രാവിലെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എനിക്ക് രാത്രി തന്നെ എഡിറ്റ് ചെയ്ത് ഇടേണ്ടി വരും. എനിക്കിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പിറ്റേ ദിവസം ആയാലും സമയമുണ്ട്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ നാളെ കാണാം. നാളെ മിക്കവാറും ഉണ്ടാവും. ഞാൻ പരമാവധി ഇടാൻ പറ്റുന്ന ദിവസമെല്ലാം ഇടും ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഇട്ടിട്ടില്ലേ പിന്നെ ഭാവിയിലിപ്പോൾ ഇടാൻ സമയം ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഇല്ല ടൈമിലും പരമാവധി ഇടും. ഓക്കെ, മഴക്കാലമാണ്. സോ എല്ലാ ദിവസം വ്ളോഗ് എടുത്തിട്ട് ഇടാന്നുള്ള പ്രതീക്ഷയിൽ നാളെ കാണാം. ഓക്കെ, ബൈ. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for each of us and that's okay. Well, I just wanna be happy. How to get there? Glad that you asked me.